നമസ്കാരം. ഇസ്രായേൽ അമേരിക്കൻ സഖ്യം പശ്ചിമേഷ്യയിൽ നടത്തുന്ന സൈനിക നീക്കങ്ങൾ ലോകമെങ്ങും ചർച്ചയാകുന്നതിനിടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലും യുദ്ധത്തിൻ്റെ അലയൊഴികൾ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ബംഗാൾ ഉൾക്കടലിലെ മിലാൻ നാവിക അഭ്യാസത്തിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്ന ഇറാനിയൻ യുദ്ധക്കപ്പലായിട്ടുള്ള IRIS ധനയ്ക്ക് നേരെ അമേരിക്കയുടെ അത്യാധുനിക അന്തർവാഹിനി നടത്തിയ ആക്രമണം അന്താരാഷ്ട്ര തലത്തിൽ പോലും വലിയ ഞെട്ടലുണ്ടാക്കിയിരിക്കുകയാണ്. ശ്രീലങ്കൻ തീരത്തിന് സമീപം നടന്ന ഈ മിന്നലാക്രമണത്തിൽ 87 ഇറാനിയൻ സൈനികർ കൊല്ലപ്പെട്ടതായിട്ടാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. ശ്രീലങ്കൻ വിദേശകാര്യ സഹമന്ത്രി അരുൺ ഹേമചന്ദ്രയാണ് ഈ ദാരുണമായ സംഭവം ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചത്. സംഭവ സ്ഥലത്ത് 180ഓളം നാവികർ കപ്പലിൽ ഉണ്ടായിരുന്നുവെന്നാണ് പ്രാഥമിക നിഗമനം. ആക്രമണം നടന്നയുടൻ തന്നെ ലങ്കൻ നാവികസേനയുടെ നേതൃത്വത്തിൽ പ്രദേശത്ത് വിപുലമായിട്ടുള്ള തിരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞു. കടലിൽ കാണാതായ ബാക്കി നാവികരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുകയാണ്. ഇതിനിടെ ആക്രമണത്തിൻ്റെ ഭീകരത വ്യക്തമാക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ അമേരിക്കൻ പ്രതിരോധ ആസ്ഥാനമായ പെൻറ്റഗൺ പുറത്തുവിട്ടു. US അന്തർവാഹിനിയിൽ നിന്നുള്ള ആക്രമണത്തിൽ ഇറാൻ പടക്കപ്പലിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായും തകരുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഇന്ത്യയുടെ തൊട്ടടുത്തുള്ള സമുദ്രമേഖലയിൽ നടന്ന ഈ സൈനിക നീക്കം ദക്ഷിണേഷ്യൻ രാജ്യങ്ങളെ ആകെ ഇപ്പോൾ കടുത്ത ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. ഈ സംഭവത്തെ തുടർന്ന് ഇന്ത്യയിൽ കടുത്ത രാഷ്ട്രീയ വിവാദങ്ങൾക്കും തുടക്കമായിട്ടുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അമേരിക്കയുടെ ഇടപെടലിൽ കേന്ദ്ര സർക്കാരിനെ ചോദ്യം ചെയ്തുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം രംഗത്തെത്തി. അയൽപ്പക്ക രാജ്യങ്ങളിൽ ഇന്ത്യയ്ക്കുള്ള സ്വാധീനം നഷ്ടപ്പെട്ടോ എന്നും വാഷിംഗ്ടണിനും ടെല്ലവീവിനും ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ മേഖലകൾ വിട്ടുകൊടുത്തോ എന്നും കോൺഗ്രസ് വക്താവ് പവൻ ഖേര ചോദിച്ചു. രാജ്യത്തെ തുറമുഖങ്ങൾ ഉപയോഗിക്കാൻ അമേരിക്കൻ സേനയ്ക്ക് അനുമതി നൽകിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇന്ത്യയുടെ സുരക്ഷാ താൽപ്പര്യങ്ങളെ ബാധിക്കുന്ന ഇത്തരം നീക്കങ്ങളിൽ സർക്കാരിൻ്റെ മൗനം പ്രതിഷേധാർഹമാണെന്നാണ് പ്രതിപക്ഷത്തിൻ്റെ നിലപാട്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സംഘർഷത്തിന് പുറമെ പശ്ചിമേഷ്യയിലാകെ യുദ്ധഭീതി പടരുകയാണ്. ഇറാൻ വിക്ഷേപിച്ച ഡ്രോണുകളെ സൗദി അറേബ്യൻ സൈന്യം വെടിവെച്ചിട്ടത് മേഖലയിൽ പുതിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്. കുവൈറ്റിലെ പ്രധാന തുറമുഖത്തിന് സമീപം നങ്കൂരം വിട്ടിരുന്ന കപ്പലിന് നേരെ സ്ഫോടനം ഉണ്ടായതും ഖത്തറിലെ ദോഹയിൽ അമേരിക്കൻ എംബസിക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങൾ ഒഴിപ്പിച്ചതുമൊക്കെ തന്നെ സ്ഥിതിഗതികൾ അതീവ ഗുരുതരമാണെന്ന് സൂചിപ്പിക്കുന്നു. കുവൈറ്റിന് നേരെയുള്ള ആക്രമണങ്ങളെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തമായി അപലപിച്ചു. കുവൈറ്റിൻ്റെ സുരക്ഷയ്ക്കും പരമാധികാരത്തിനും ഇന്ത്യയുടെ പൂർണ്ണ പിന്തുണ അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. യുദ്ധം പടരുന്നത് മലയാളികൾക്ക് വലിയ ആശങ്കയാണ് നൽകുന്നത്. ലക്ഷക്കണക്കിന് പ്രവാസികൾ ജോലി ചെയ്യുന്ന ഗൾഫ് രാജ്യങ്ങളിൽ സ്ഫോടനങ്ങളും ഡ്രോൺ ആക്രമണങ്ങളും തുടരുന്നത് കേരളത്തെ സംബന്ധിച്ചും വലിയ ഭീഷണിയാണ്. ലെബനൻ്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ നടന്ന വമ്പൻ സ്ഫോടനങ്ങൾ ഇസ്രായേൽ അമേരിക്കൻ സഖ്യം ആക്രമണം കടുപ്പിക്കുന്നതിൻ്റെ സൂചനയാണ്. ഇതിനിടെ യൂറോപ്യൻ യൂണിയൻ ഇറാനെതിരായ ആക്രമണങ്ങളെ അപലപിക്കാത്തതിൽ ഇറാൻ വിദേശകാര്യ വക്താവ് ഇസ്മയിൽ ബഗായി കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തുകയുണ്ടായി. തങ്ങൾക്ക് സ്വയം പ്രതിരോധിക്കാൻ അവകാശമുണ്ടെന്നും അദ്ദേഹം ലോകരാഷ്ട്രങ്ങളെ ഓർമ്മിപ്പിച്ചു. യുദ്ധ സാഹചര്യങ്ങൾക്കിടയിലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ പരാമർശങ്ങൾ അന്താരാഷ്ട്ര സമൂഹത്തെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഇറാനിലെ അമേരിക്കൻ സേനയുടെ പ്രകടനത്തിന് 10-ൽ 15 മാർക്ക് നൽകുമെന്നാണ് ട്രംപ് വൈറ്റ് ഹൗസിലെ ടെക് എക്സിക്യൂട്ടീവ് യോഗത്തിൽ പറഞ്ഞത്. നൂറുകണക്കിന് ആളുകൾ മരിച്ചു വീഴുമ്പോൾ യുദ്ധത്തിന് മാർക്കിടുന്ന ട്രംപിൻ്റെ മനോഭാവം ക്രൂരമാണെന്നാണ് വിവിധ മനുഷ്യാവകാശ സംഘടനകൾ പോലും ചൂണ്ടിക്കാട്ടുന്നത്. ഇറാൻ്റെ നേതൃത്വത്തെ തകർക്കാൻ കഴിഞ്ഞുവെന്ന് അദ്ദേഹം അവകാശപ്പെടുമ്പോഴും സാധാരണക്കാരായ ജനങ്ങൾ കൊല്ലപ്പെടുന്നത് ലോകത്തെയാകെ തന്നെ ഭീതിയിലാഴ്ത്തുന്നു. സമാധാനത്തിനായുള്ള ആഹ്വാനങ്ങൾ പാഴാകുന്ന കാഴ്ചയാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ ദൃശ്യമാകുന്നത്.